welcome back to my channel. What's up? Where we are? Yes, we are at Goa. yeah. Guys, we are at Goa. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ബേബിയുടെ ചാനലിൽ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ ഇതിന് മുമ്പുള്ള വീഡിയോസിനൊക്കെ നിങ്ങൾ അങ്ങോട്ട് പോകും. വർഷത്തെ 2-3 ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ കാരണം എൻ്റെ ഭർത്താവാണ് ഗൈസ്. ബിക്കോസ് എല്ലാ ഗുജറാത്ത് പോയ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മളോട് ഷോപ്പൊക്കെ ചെയ്ത് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് 12 മണി കഴിഞ്ഞു ഗൈസ്. ഇന്ന് എന്താണ് 21st ആണ്. ഇന്ന് നമ്മൾ സോനും ബേബിയുടെ 14th ആനിവേഴ്സറി ആണ്. മാഷാ അല്ലാ 14 വർഷം അങ്ങോട്ട് ഇങ്ങോട്ട് സഹിച്ച് ഇരിക്കുന്ന നമ്മുടെ സോനുക്കും ബേബിക്ക് നമുക്ക് ആനിവേഴ്സറി വിഷ് ചെയ്യണ്ടേ? കപ്പിൾസ് അവിടെ ഇരിക്കുന്നതാണ്. കപ്പിൾസിന്റെ ഒരു കുട്ടി അവിടെ ഉണ്ട്, ഉറങ്ങിയിരിക്കുകയാണ്. ജസ്റ്റ് 11 സംതിങ് ഉറങ്ങും. നമ്മൾ അജിത് ആൻറ്റി കറക്റ്റ് ടൈമിൽ കോളാക്കി വിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിഷ് ചെയ്ത് കഴിഞ്ഞല്ലേ, എന്നിട്ടാണ് നമ്മൾ വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ച്. കള്ളന്മാർ അവരെടുക്കാനുണ്ടായിരുന്നു, പക്ഷെ നാളെ സെലിബ്രേഷൻ വീഡിയോ അവരെല്ലാം പോണേ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചെറിയൊരു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോവയിൽ വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യാൻ പോകണം. നമ്മളൊരു വില്ല പോലെയാണ് എടുത്തത്. ആക്ച്വലി ഹോട്ടൽ റൂമല്ല, നല്ല അടിപൊളി സെറ്റപ്പാണ്. 2 ബെഡ്റൂമുണ്ട്, കിച്ചൺ, തുണി അൽക്ക, നമുക്ക് കിച്ചണിൽ കുക്ക് ചെയ്യാം, എല്ലാം ഉണ്ട്. അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആ റൂമിൽ പോവാം. ഓക്കെ, ആൻറ്റി ഇപ്പോൾ ഓൾറെഡി കോളിലാണ്. കപ്പിൾസ്, മേ ഐ ഗെറ്റ് ഇൻ? Happy anniversary. Thank you. Happy 14th anniversary. അങ്ങനെ 14 വർഷമായിട്ട് ഇവളെന്നെ സഹിക്കാൻ തുടങ്ങണം. Exactly. ഇവളെന്നെ സഹിക്കാൻ തുടങ്ങണം. അത് ശരിയാണ്. പിന്നെ അത് പറയണോ? ആക്ച്വലി ഫസ്റ്റ് ഉച്ചക്ക് നേരത്തെ എബ്രു എണിച്ചായിരുന്നു ഗൈസ്. പക്ഷെ പിന്നെ അവന് മനസ്സിലായി ഇല്ല. നമ്മളൊക്കെ എന്താ കോളാക്കിട്ട് വിഷ് ചെയ്ത അജിത്ത് ആന്റിയാണ്. അതെ, ഉറങ്ങാണ്ടിരുന്ന അജിത്ത ഫസ്റ്റ് വിഷ് ചെയ്ത്. ആന്റി എപ്പോഴും അങ്ങനെ. ഇപ്പൊ വീട്ടിലുണ്ടെങ്കിൽ വീടെത്തിയേനെ ആന്റി. പക്ഷെ നമ്മൾ അജിത്ത് ഇപ്പൊ പരാതി പറഞ്ഞോണ്ടിരിക്കണേ, ഞാനില്ലാതെ നിങ്ങൾ മുങ്ങിയല്ലേന്ന്. നമ്മളെന്തായാലും വരും. ആന്റി 12 മണിക്ക് ഇരുന്നിട്ട് എന്താ കഴിക്കണേ അവിടെ? അതാണ് ആന്റിയുടെ ബ്യൂട്ടി സീക്രട്ട് ഗൈസ്. നട്ട്സ് ആണ് 12 മണിക്ക് ഇരുന്ന് കഴിക്കണേ. കേക്ക് ഒന്ന് കട്ട് ചെയ്യണ്ടേ പുതിയ ആംപ്ലേക്ക് ഗൈസ്? 14 ഇയേഴ്സ് യെസ്, സർപ്രൈസ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരും. ബേബി ഇപ്പോൾ പുറത്ത് പോയായിരുന്നു ഫുഡൊക്കെ മേടിക്കാൻ. അപ്പം നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കേക്ക് മാത്രമല്ല വേറൊരു ഐറ്റം ഉണ്ട്. വരൂ, ഞാൻ പറയാം. വരൂ, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് രണ്ടും. വരൂ. അവിടെ ഒരു പിള്ള വെച്ചോളൂ. ഫസ്റ്റ് വെച്ചാല് എന്റെ മോനെ നോക്കാൻ എനിക്കറിയാം. എന്റെ അടുത്ത് പില്ലോ വെക്കാനൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വെച്ചിട്ടേ വരും. എവിടെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യേണ്ടത്? നമ്മള് ഗോവ വീട്ടില് എവിടെ? നമ്മുടെ ഗോവയിൽ ഞങ്ങള് വീട്ടിൽ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യണില്ല. ബിക്കോസ് നാളെ പാല് കാച്ചലുണ്ട്. സോണിയുടെ ആനിവേഴ്സറി ആയിട്ട് നമ്മൾ നാളെ രാവിലെയാണ് പാൽ കാച്ചൽ. 21st നമ്മൾ ഗോവ വീട്ടിലെ പാൽ കാച്ചൽ. ഇന്ന് പാൽ കാച്ചൽ ഇല്ലാത്ത കൊണ്ടിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് എടുത്ത് വന്നേ കഴിക്കാൻ വേണ്ടി. നാളെ ഗൈസ്, നാളെ പാല് കാய்ச்சிട്ട് ഇവിടെ ആയിരിക്കും നമ്മൾ ഫുഡൊക്കെ കുറച്ച് ഉണ്ടാക്കും. ഫുള്ള് മാഗി ഒക്കെ ഉണ്ടാക്കി കഴിക്കും. അപ്പൊ അടുപ്പൊക്കെ 14 വർഷം എന്നാലും ഇവരൊന്നും മാറ്റി പറയല്ല. എന്നെയാണ് സഹിക്കണത് എന്ന് പറയല്ല. നിങ്ങൾ സഹിക്കാൻ ഒരു 1.5 ദന്തേട് വേണം. എന്താ പറയുക? തന്തേടാ. ഇന്ന് പോസ്റ്റ് സോനുവിനെ കണ്ടിട്ടില്ല ഈ പിക്ക്. നന്നായി കഴിച്ചത്. ഞാൻ വ്ളോഗ് എടുത്തത് കള്ളന് ഏതൊരു വ്ളോഗിൽ കേട്ട് കിട്ടേനെ. ജസ്റ്റ് കേക്ക് കട്ടിങ് ഒക്കെ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാമല്ലോ. സുനുക്കാം, ലെറ്റ്സ് കട്ട് ദി കേക്ക്. കേക്ക് എടുക്കട്ടെ. സർപ്രൈസ് കേക്ക് എടുക്കട്ടെ. അപ്പൊ നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്യണേ. നമ്മള് മോന് പിന്നെ ഒന്നിലുണ്ടാവൂലല്ലോ ഗൈസ്. നമ്മളെ കുറ്റം പറഞ്ഞു കേക്ക് കട്ട് ചെയ്യണ്ടേ? കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യണ്ടേ?
ഓ ആസ്മ. കം കേക്ക് കട്ട് ചെയ്യാം. ഇവിടെ മതിയില്ലേ ബേബി? Okay guys, so we gonna cut the cake. Happy 14th anniversary. Happy 14th anniversary. From my side, a small token of love. You guys sit there. രണ്ട് സീറ്റ് നിങ്ങൾക്ക് വേണ്ടി. ആ സീറ്റ് ഇത് എന്താ പറയുക? Open the cake. Cake open ചെയ്തോ? Yes. എന്റെ മോനെ പാവം ഉറക്കം വെച്ചിരിക്കണത്. Cute one. മോള് ഉറക്കം തൂങ്ങിയിരിക്കണം. ആ പിള്ളേരും പറഞ്ഞ് കാര്യമില്ല. യെസ്, നമുക്ക് കേക്കൊക്കെ കട്ടാക്കി ചിക്കനൊക്കെ തിന്നിട്ട് ഉറങ്ങാം. ഓക്കെ, ഹാപ്പി ഹാപ്പി ആനിവേഴ്സറി. അങ്ങനെ 14ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ ഗോവയില വീട്ടിൽ വെച്ചിട്ട് ആഘോഷിക്കും. ഗോവയില വീട്ടിൽ വെച്ച് ഞങ്ങൾ ഇതിലൂടെ തീർന്നിട്ടില്ല. നാളെ ഞങ്ങള് കിട്ടിലായിട്ട് ഞങ്ങള് ഗോവയിൽ വെച്ചിട്ട് കിട്ടിലാണ് പുതിയ കോസ്റ്റ്യൂം വെറൈറ്റി ആയിട്ട്. എപ്പോഴും നമ്മള് വീട്ടിൽ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ആഘോഷിക്കണല്ലേ, ഞങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ആഘോഷിക്കാന്ന് വിചാരിച്ചു. നിക്കണ്ട, അവിടെ ഓക്കെ. ഹാപ്പി ഹാപ്പി ഒന്നും പറയണ്ട. വയറാക്കി കാണിക്കല്ലേ പതുക്കെ. പല്ലി കമ്പ്യൂട്ടർ കളറേ ചോക്ലേറ്റ് പല്ലിനട ഇങ്ങനെയൊന്നുമല്ല, പല്ല് എനിക്ക് കുറച്ച് കുറച്ചുകൂടെ കഴിപ്പിക്കും സോനു. എപ്പോഴും ഉള്ളതല്ലേ കൊറേ കഴിപ്പിക്കണത്. ഞാനിവിടെ നൂറിൽ നെഞ്ചടിച്ചുകൊണ്ടിരിക്കണേ, പേടിക്കോ നീ? ഞാനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പില്ല് വെച്ചാൽ ഒരു സ്മൈൽ തന്നെ, അതേ വായിലൊരു സ്മൈൽ തന്നെ. സൈഗോ വിഷ് ചെയ്ത സൈഗോ. സൈഗോ നേരത്തെ വിഷ് ആക്കി. താങ്ക് യു. അടിപൊളിയാ. ഉറങ്ങിട്ട് പോയിട്ട് വിളിച്ചിട്ടുണ്ട്. ഏനുണ്ട് കേക്ക്? കൊള്ളാനേ? എന്റെ പെണ്ണായി വരൂ. ആർക്കുണ്ട് ഈ ഭാഗ്യം? താങ്ക് യു. ഹാപ്പി ആനിവേഴ്സറി. യു ഗൈസ് stay well. ഉറക്കല്ല, അതവന് 12 മണിക്ക് എണീച്ചിരിക്കാൻ പോണല്ലേ. ബോധം വരുമ്പോ ചിലപ്പോ എണീച്ചിരിക്കും. അവനായിരിക്കും എന്നെ പോലെ ബ്ലാസ്റ്റ് ചെയ്യാൻ പോണേ. നോ വേ, വി കാന്റ് ഡിസ്റ്റർബ്. യാ, നമ്മളൊക്കെ പിന്നെ പണ്ടേ അങ്ങനെ നല്ലത്. യെസ്, നാളത്തേക്കും സെറ്റ് ആക്കാം നമുക്ക്. ഓക്കെ, നാളെ നമ്മ ബീച്ച് സൈഡ് പോയിട്ട്. ഓക്കെ, അതന്നെ സോനു. അല്ല, എപ്പോഴും പാടനെ പറയണല്ലേ, പാടണൊന്നും വേണ്ട. സോനൊരു 10 സെന്റൻസ് നിങ്ങളെ ಬಗ್ಗೆ നല്ലത് പറയട്ടെ. എന്തായാലും ഞാൻ കേൾക്കാറില്ല, ഒരിക്കലും കേൾക്കാറില്ല. ഇല്ല, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളല്ല ടാസ്ക് തരണവാ. രണ്ടുപേരും ടാസ്ക് തരാൻ പോയിട്ടൊക്കെ പല്ല് നോക്കിക്കൊണ്ടിരിക്കും. പല്ലി കമ്പ്യൂട്ടർ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? സൈഗോടെ നാച്ചുറൽ ആയിട്ട് അങ്ങനല്ലേ സൈഗോ? സൈഗോടെ ഇരിക്കൂ, ഉമ്മിക്ക് ഒരു ടാസ്ക് കൊടുക്കാം. 10 നല്ല സെന്റൻസ്, 10 ഞാൻ എണ്ണും. ഇപ്പൊ he is a good boy, he is a handsome, അങ്ങനെ ഒരു 10 നല്ല സെന്റൻസ്. 1 2 അടുത്ത പറ. നല്ലൊരു മനുഷ്യനാണ്. 3 നല്ല സ്വഭാവത്തിനുടമയാണ്. ഓ, അത് തന്നെയാണല്ലോ പറഞ്ഞോണ്ടിരിക്കണം. 4 എക്സാം പേപ്പറിൽ ആൻസർ എഴുതിയ പോലെ ഉണ്ട്. നല്ല കെട്ടിയാനാണ്. 5 നീ ഉഡായിപ്പിട്ട് ഉസ്താദാണല്ല. എക്സാം ഹാളിൽ ഇങ്ങനെ എഴുതാൻ തോന്നുന്നു.
അടുത്ത പറ. നല്ല ആറായി യോ 7 വെറുതെ നോക്കി ഗൈസ് വലിച്ച് നീറ്റ് ഒട്ടിച്ച് ഏലൊപ്പിച്ച് വെറുതെ നല്ലേ 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 നല്ലേന്ന് പറഞ്ഞിട്ട് എനിക്കിട്ട് വെച്ചതാണ്. മൂന്നെണ്ണം ബാക്കിയുണ്ട്, അത് പറ ആദ്യം എന്നിട്ട് വളക്ക്. ബഷീർ എന്ന് പറയുന്നത് നല്ലൊരു സുഹൃത്താണ്, ആരൊരു സുഹൃത്തായിട്ട് തന്നെയാണ്. പിന്നെ നല്ലൊരു സുഹൃത്ത്, ഒരു ഭർത്താവായി, കുട്ടികളുടെ തന്തയായി. അതൊന്നും ഞാൻ ചോദിച്ചില്ല. 10 എണ്ണം പറയാൻ നല്ലത് അതിലുണ്ട് എല്ലാം. 2 എണ്ണം പറയണേ ബാക്കി. ഇതെന്താ പറയണ്ട, പോട്ടെ 8 ഞാൻ നിർത്താം. നൈസ്. ഇനി ഒരു 3 ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ പറ ബേബിയുടെ. എന്തായാലും പറയണം. അതില്ലാന്ന് നീ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂലല്ലേ. എനിക്കും അറിയാലോ ചീത്ത ക്യാരക്ടർ. ഇന്നിങ്ങനെ നാച്ചിക്കൂലേ ഞാൻ. ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ എന്താ പറ സോനു, പേടിക്കണം. ഞാനുണ്ട് പറ. ബിസ്ക്കറ്റിന്റെ കാര്യം അപ്പോഴും ഓർമ്മയില്ല. 3 പെട്ടെന്ന് അറ്റ്ലീസ്റ്റ് ഒന്നെങ്ങനെ പറയണേ, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുവാ. ഇഷ്ടമില്ലാത്ത സ്വഭാവം അല്ലെങ്കിൽ ഇത് മാറ്റിയാ കൊള്ള എന്നുള്ള സ്വഭാവം. പ്രായം കൂടുന്നോറും ദേഷ്യം വന്നിട്ടുണ്ടാകും. ചില സമയത്ത് ബുദ്ധിയില്ലാത്തവരെ കാണിക്കും. പൊട്ടണ പോലെ പൊട്ടണ പോലെ അല്ലേ. അടുത്തത് അതല്ലേ. അപ്പൊ പ്രായം കൂടി വന്നിട്ടുണ്ടെന്നാണ് സോന പറഞ്ഞത് ഇൻഡയറക്ട്ലി നിങ്ങൾക്ക്. അപ്പൊ അടുത്ത വിഷമായി ആനിവേഴ്സറിക്ക് വിഷമായാവാ. ഡിഫറെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. 2 എണ്ണം 3 അതന്നെ 3 എണ്ണം. നമുക്കൊക്കെ അങ്ങനെ അല്ലല്ലേ സോനു? ഇല്ലല്ല, പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. പ്രായം കൂടുന്നോറും ഡിഫക്റ്റീവ് അല്ല. ഓക്കെ. 2ാമത് എന്തായാലും അതൊരു ഇതായിട്ട് നമ്മൾ എടുക്കും. അടിപൊളി ഒരു ഇതായിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, 3rd വൺ പറ. നല്ല പറ സോനു, വെച്ചലക്കം. നല്ലതാ അല്ലല്ല, വിട്ടക്ക് ചീത്ത. നിന്റെ ഡേഡി നീ പറയടി. വായി തോന്നുന്നതല്ല, ഉള്ളത് തന്നെ അത്. പറ സോനു. വെറുതെ ബഷീർ പോലെ ചെറിയ പൊട്ടത്തരങ്ങൾ പറയുമ്പോ ഞാൻ നിൽക്കാൻ പിടിക്കും. ആരും പൊട്ടത്താൻ പറ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കണം. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. ഞാൻ ഉദ്ദേശിക്കുന്നതായിരുന്നു, പക്ഷെ അത് ബഷീർ ആദ്യമേ പറഞ്ഞ തലയൊക്കെ ഇങ്ങനെ കളിയാക്കും. അപ്പൊ ഞാൻ അധികം അപ്പൊ സോനൻ അധികം ചീത്ത ഒന്നും പറയാനില്ല ഗൈസ്. സോനൻ പേടിയാണ് ബേബി. വീഡിയോ കഴിയുമ്പോ തല്ലി പൊളിച്ചല്ലോ സോനിന്റെ അല്ലേ അതല്ലേ പേടി സോനു. ഓക്കെ, നമുക്ക് അടുത്തത് നമ്മുടെ പുതിയാപ്പിള എടുത്ത് പോവാം. പുതിയാപ്പിള പറയൂ, ഒരു 4-5 കാര്യങ്ങൾ പറയും. 14 വർഷമായി ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട്. 14 വർഷത്തിൽ 2 മക്കളായി, ഒരു ഭാര്യയായി, ഒരു ഭാര്യ, ആ ഭാര്യ ഒരു കുട്ടി. ഡിഫറെന്റ് ആണ്. ഞാൻ പറയുന്നത് ഡിഫറെന്റ്. പക്ഷെ 14 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെങ്കിൽ പോലും ഞങ്ങള് ശരിക്കും 17-18 വർഷത്തോളമായി ഞങ്ങൾ തമ്മിൽ അറിയാം. അതെ, നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവിടുന്ന് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവിടുന്ന് ഞങ്ങള് ജീവിത പങ്കാളിയായിട്ട് മാറിയതാണ്. രണ്ടൊക്കെ തീറ്റ മാറിയിട്ടില്ല ഗൈസ്. അതാണ് ഇവരെ കോമൺ. ഞങ്ങള് ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഒരുമിച്ച് കൂടിയ ഒരു ലൈഫാണ്. ഒരിക്കലും ഇണക്കങ്ങൾ മാത്രമാണെന്ന് ഒരിക്കലും ഞങ്ങൾ പറയില്ല. എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ഇണക്കങ്ങളും പിണക്കങ്ങളും, അഭിപ്രായ വ്യത്യാസങ്ങളും, സ്നേഹവും എല്ലാം ഒരുമിച്ച് കൂടിയ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. എന്താ പറയാ, എന്റെ എല്ലാ പോരായ്മകളും സഹിച്ച് ജീവിക്കുന്ന ഒരു നല്ലൊരു ഭാര്യയാണ്.
ഇതാണ് ഇവൾക്ക് ഇത് കയ്യൊന്നും ഇടാൻ പറ്റില്ല. ഇവളുടെ മേത്തിങ്ങനെ കയ്യൊക്കെ ഇട്ടുണ്ടെങ്കിൽ അപ്പൊ തട്ടും പറ്റില്ല. എക്സാമ്പിൾ നെയ്യത്ത് ഷോർട്ട് ഫിലിം അതിനകത്ത് ചെറിയൊരു റൊമാൻറ്റിക് സീൻ തുടക്കം. അതിനകത്ത് എന്തെങ്കിലും വിളിക്കുകയോ റൊമാൻറ്റിക് ആയിട്ട് അഭിനയിക്കുന്ന പറഞ്ഞപ്പോ തന്നെ നമുക്ക് പറ്റില്ല. മനസ്സിലായോ? ഞങ്ങൾ വളരെ റെയറാണ്. ഞങ്ങളുടേതായ ഒരു മൂമെന്റിൽ മാത്രം, പ്രൈവറ്റ് മൂമെന്റിൽ മാത്രമുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാണ്ട് ഒരു ക്യാമറക്ക് മുമ്പിലൊന്നും അഭിനയിക്കാന്ന് ഞങ്ങൾക്ക് അറിയില്ല. മനസ്സിലായോ? അഭിനയിക്കുന്നില്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഓരോരുത്തർക്കും എനിക്കല്ല, ഇവക്ക് എനിക്ക് അവക്ക് കംഫർട്ടില്ല. അപ്പം പരസ്പരം മനസ്സിലാക്കി, അണ്ടർസ്റ്റാൻഡ് ആക്കി, പരസ്പരമുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അറിഞ്ഞും മനസ്സിലാക്കിയും എല്ലാം ജീവിച്ച് 14 വർഷം ഞങ്ങൾ പൂർത്തിയാക്കി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ എന്നെ 14 വർഷം ഇവിടെ സഹിച്ചു അല്ലേ? അല്ലേ? പക്ഷെ ജീവിച്ചു, അതെ ജീവിച്ചു. പക്ഷെ ഇവിടെ പോലെ ഭാര്യനെ കിട്ടിയില്ല, ഞാൻ ഹാപ്പിയാണ്. എനിക്കിപ്പോഴും അതിലൊരു എനിക്കൊരു കുറ്റവും കുറവോ ഒന്നും തോന്നിയിട്ടില്ല, റിസൾട്ടോ ഒന്നും തോന്നിയിട്ടില്ല. എന്റെ ലൈഫ് ലോങ് മുഴുവനും ഇവ രണ്ടുപേരും എന്റെ ഭാര്യയായിട്ട് ഉണ്ടാവണമെന്നുള്ളത് എന്റെ ആഗ്രഹം. അതിലൊരു മാറ്റവും ഇല്ല. അപ്പൊ 14 വർഷം കഴിഞ്ഞു അല്ലെ, പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മകനെ ഓരത്തെ അവിടെ ഇരുന്നിട്ട് ചോദിച്ചോണ്ടിരിക്കും. ഇടയ്ക്ക് കൈയടിക്കേണ്ട ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് കൊണ്ടുവന്നേക്കണ മോളെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഹാപ്പിയാണ്, വളരെയധികം ഹാപ്പിയാണ്. ഇനിയും 100 വർഷങ്ങൾ ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരുമിച്ച് ജീവിച്ചു കൊണ്ടുപോകാൻ, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു എന്താ പറയാ നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലേ? നിങ്ങൾ ദുആ ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങളുടെ ലൈഫ്. ഞങ്ങളുടെ ലൈഫിൽ ഞാൻ പറയട്ടെ, യൂട്യൂബ് ചാനലിൽ വന്നിട്ട് വീഡിയോ മുമ്പിൽ വന്ന അഭിനയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ എന്താണോ അങ്ങനെ തന്നെയാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുകയും ചെയ്യുന്നത്. ഇതാണ് മാറ്റി പഠനോടിയായിരുന്നു. അപ്പൊ ഇതാണ് അവസ്ഥ. ഒരിക്കലും കുറെ കമന്റ്സുകള് കാര്യങ്ങളൊക്കെ കാണാൻ ഞങ്ങൾ യൂട്യൂബിൽ ചാനലിൽ വന്ന് വീഡിയോക്ക് വേണ്ടി അഭിനയിക്കുന്നത് ഒരിക്കലും അല്ല. ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു ആക്ടിങ് കാര്യങ്ങളായിട്ടൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല. നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാനുള്ള താല്പര്യവും ഞങ്ങൾക്കില്ല. നെഗറ്റീവ് കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള താല്പര്യമില്ല. അതുകൊണ്ടിട്ടാണ് ഒരു നെഗറ്റീവ് കമന്റ് വന്നാൽ പോലും ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന്റെ കാര്യം. കാരണം താല്പര്യമില്ല. നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നല്ലത് കൊണ്ടിട്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും നെഗറ്റീവ് കമന്റ്സ് കൊണ്ടിട്ട് അതിന്റെ ഇടയിൽ നെഗറ്റീവ് കമന്റ്സ് ഒരെണ്ണം വരുമ്പോ അതിനൊരു 1000 ലൈക്ക് കിട്ടി, അതിന്റെ ഇടയിൽ ഒരു 500 കമന്റ് കിട്ടി, അങ്ങനെ പബ്ലിസിറ്റി കിട്ടി, വീഡിയോ റീച്ച് ആക്കി പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്സ് ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും എന്നെയും എന്റെ 2 ഭാര്യമാരെ പോലെ ആകാൻ പബ്ലിക്കിനോട് ആവശ്യപ്പെടണമില്ല. റിസ്കി ലൈഫാണ്. എല്ലാവർക്കും ചിലപ്പോൾ 2 ഭാര്യമാരായിട്ട് ജീവിച്ചുകൊണ്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. ഒരിക്കലും ഒരാളുടെ അടുത്തും ഇത് അനുകരിക്കാൻ പറയണമില്ല. ഇത് ഞങ്ങളുടെ ലൈഫ് ഇത്ര ഹാപ്പി ഞങ്ങൾക്കേ പറ്റുള്ളൂ. ഞങ്ങളെ തിരഞ്ഞെടുത്ത ലൈഫാണ്. ഒരിക്കലും അത് അനുകരിക്കാൻ വേണ്ട. പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഹാപ്പിയാണ്, വെരി ഹാപ്പിയാണ്. ഞാൻ 2ാമത് കെട്ടിയിട്ട് പോലും 14 വർഷമായിട്ട് എന്റെ ആദ്യ പള്ളി കമ്പി വരെ ഇട്ട് നോക്കൂ. കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ സ്മൈൽ ആക്കാൻ ഓൾറെഡി ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ 14ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിനെ പറ്റി പറയാനുള്ളത്. ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഓഫ്കോഴ്സ് ഞങ്ങളും ദുആരക്കാറുണ്ട്. ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന നല്ലവരായിട്ടുള്ള ജനങ്ങൾക്ക് നല്ലത് വരുത്തണമേ, അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു, എല്ലാ നല്ലതായിട്ടുള്ള ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണമേ എന്ന് ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട്. നിങ്ങൾ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ദുആ ചെയ്യാം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, ഫുൾ പോസിറ്റീവ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി എന്താണ്? അപ്പൊ മഷുവിന്റെ വീഡിയോ കഴിഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
ഫുഡൊക്കെ കഴിച്ചത് അത് എന്റെ നോ വേ ഗൈസ്. ഞാൻ എന്ത് മണ്ടിയാണ് നോക്കി എന്റെ ചാനലായിട്ട് ഇങ്ങനെ ക്യാമറ പിടിച്ചോണ്ടിരിക്കണം ഇവർക്ക് വാലാക്കാൻ വേണ്ടിട്ട്. അത് ഫുഡ് എടുത്ത് എന്തോ എന്റെ ചാനലിൽ ഫുഡിന്റെ ആനിവേഴ്സറി ആയിട്ട് ഞാൻ തുടക്കം ഇടുള്ളൂ. എന്നെ മതിക്കല്ലേ, ഇതല്ല ആനിവേഴ്സറി വീഡിയോ ഗൈസ്. സോനുന്റെ ചാനൽ വിട്ടു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതെന്തായാലും ഉണ്ടാവും, ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അത് കൂടാതെ ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതാണ്. എന്നാൽ പോലും ഇവിടുത്തെ എല്ലാ സെറ്റിങ്സ് എല്ലാവരും വിശക്കാൻ തുടങ്ങി. വീണ്ടും ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം കഴിക്കുന്ന വീഡിയോ എന്റെ ചാനലിൽ എന്തായാലും ഉണ്ടാവും. അതിന്റെ ബാലൻസ് ആയിട്ട്, അതായത് ഗുജറാത്തിൽ നിന്ന് നമ്മൾ ഗോവയിലേക്ക് വന്നതിന്റെ ബാലൻസ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആവും. അത് എന്റെ ചാനലിൽ. നീ തൽക്കാലം ഇത്ര വീഡിയോ കണ്ടിട്ട് മൈൻഡ് അപ്പ് ചെയ്യുക. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. നാളെ മുതൽ ഗോവ വൈബ്സ് ഇങ്ങനെ വരുന്നതായിരിക്കും ഗൈസ്. എന്തായോ I wish you happy anniversary. Thank you. Stay blessed forever. You guys deserve a happy life. അതും എന്റെ കൂടെ ഇരുന്നിട്ട് തന്നെ വേണം. Happy anniversary. Okay.